നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സ്ത്രീജന്മം ഭാഗ്യജന്മമാണ്. അമ്മമാർ ദൈവത്തിന് തുല്യമായിട്ടാണ് നമ്മുടെ ഭാരതീയർ പരിഗണിക്കുന്നത്. അമ്മ എന്നാൽ സ്വാർത്ഥതയില്ലാത്തവൾ എന്നാണ് അർത്ഥം. കുടുംബം, ഭർത്താവ്, ബന്ധുക്കൾ എന്നിങ്ങനെ മറ്റുള്ളവർക്കായി അധ്വാനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന അമ്മമാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നത്. അമ്മമാരായിട്ടുള്ള അല്ലെങ്കിൽ അമ്മമാരാകാൻ പോകുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടി നമുക്ക് ഈ വീഡിയോ സമർപ്പിക്കാം. ഓരോ സ്ത്രീകളുടെയും നക്ഷത്രപ്രകാരം അവരുടെ ജീവിതകാലത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്, അവരുടെ സ്വഭാവ സവിശേഷതകൾ, അവരുടെ ജീവിതത്തിലുള്ള പോരായ്മകളെയൊക്കെ മാറ്റിയെടുക്കാനുള്ള നിർദ്ദേശങ്ങൾ, അതിനുവേണ്ട പരിഹാരങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചാൽ ജീവിതകാലത്തിൽ ഉയർച്ചയും സന്തോഷവും സമാധാനവും ഒക്കെ ലഭിച്ചുകൊണ്ട് ജീവിതത്തെ സന്തുഷ്ടവും ഭദ്രപ്രദവും ആക്കുവാനുള്ള മാർഗങ്ങളാണ് വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് അശ്വതി മുതൽ രേവതി വരെയുള്ള എല്ലാ നക്ഷത്രക്കാരുടെയും ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യാം. എല്ലാ സ്ത്രീകൾക്കും ഇതൊരു നല്ല അറിവായിരിക്കും. സ്ത്രീകളെ സ്നേഹിക്കുന്ന എല്ലാ പുരുഷന്മാർക്കും ഇതൊരു നല്ല അറിവായിരിക്കും. ഇപ്പോൾ നമുക്ക് പൂരാട നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകളുടെ സവിശേഷ സ്വഭാവങ്ങളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും ദോഷപരിഹാരങ്ങളെയും പറഞ്ഞു പോകാം. ശുക്രദശയിലാണ് പൂരാട നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകളുടെ ജനനം. ഇവർ പരിശ്രമശാലികളും ആത്മവിശ്വാസത്തിന് ഉടമകളുമാണ്. ഇവരുടെ സ്വഭാവത്തിൽ പ്രവർത്തികളിൽ ഒക്കെ ഒരു തരം ഘുങ്ക് എല്ലായ്പ്പോഴും നിറഞ്ഞു നിൽക്കും. എന്നിരുന്നാലും ഏറ്റെടുക്കുന്ന പ്രവർത്തികൾ പൂർത്തിയാക്കുന്നതിൽ അടുക്കും ചിട്ടയും പുലർത്തിക്കൊണ്ട് ഇവർ വിജയിക്കുന്നതുമാണ്. ക്ഷമാപൂർവവും സാവധാനവും ഒരു കാര്യം പൂർത്തിയാക്കിയ ശേഷം ഗർവ് ഇവരുടെ തലയ്ക്ക് പിടിക്കാറുണ്ട്. ആ ഗർവ് ഇവർ ഒഴിവാക്കേണ്ടതാണ്. ജീവിതത്തിൽ സുഖസൗകര്യവും ഭാഗ്യവും ഇവർക്ക് പൊതുവെ കിട്ടാറുണ്ട്. എന്നാൽ വാക്കുകളിൽ വിനയം കാത്തു സൂക്ഷിച്ചാൽ മാത്രമേ ആ സൗഭാഗ്യങ്ങൾ നിലനിൽക്കുകയും വർദ്ധിക്കുകയുമുള്ളൂ. ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുന്നതും നല്ലത് പ്രകടിപ്പിക്കാതെ ഉള്ളിൽ ഒതുക്കുന്നതും ഇവർക്ക് നല്ലതല്ല. കുടുംബസ്വത്ത് ഭാഗം വയ്ക്കുന്ന കാര്യത്തിലൊക്കെ അനാവശ്യമായിട്ട് ഇടപെടലുകളും വാഗ്വാദങ്ങളും ഇവർ പൊതുവെ ഒഴിവാക്കേണ്ടതാണ്. കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ എന്നിവരുമായി വിട്ടുവീഴ്ച മനോഭാവം പുലർത്താൻ പൂരാട നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികളിലൂടെ പൊതുവെ കുടുംബത്തിൽ ആഹ്ലാദകരമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാകും. വളരെ ആസൂത്രിതമായി പ്രവർത്തിക്കുന്ന പൂരാട നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ പെട്ടെന്ന് എന്തെങ്കിലും ആശയക്കുഴപ്പത്തിലോ അസ്വസ്ഥതകളിലോ അകപ്പെട്ടാൽ കൂടുതൽ ചിന്താക്കുഴപ്പത്തിലാകാറുണ്ട്. അറിയാത്ത വിഷയങ്ങളിൽ ധൃതിപ്പെട്ട് കാലുവയ്ക്കുന്നതിന്റെ ഒരു കുഴപ്പവും ഇവർക്ക് ചിലപ്പോഴൊക്കെ ഉണ്ടായേക്കാം. അതിന് പരിഹാരമായിട്ട് ഇവർ ചെയ്യേണ്ടത് മനസ്സിനിണങ്ങിയ ആരോടെങ്കിലും ഈ കാര്യങ്ങളിൽ അഭിപ്രായം ചോദിക്കുക എന്നുള്ളതാണ്. ഏത് വികാരത്തെയും പുറത്ത് പ്രകടിപ്പിക്കാത്തവരാണ് പൂരാട നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ. അതുകൊണ്ട് തന്നെ എപ്പോഴും ആഹ്ലാദവതികളായിരിക്കാൻ ശ്രദ്ധിക്കുക. അത് മറ്റുള്ളവരിലൂടെ നിങ്ങൾക്ക് ലഭിക്കേണ്ട നന്മകൾ ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. പൂരാട നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവക്കാരാണ്. ഈശ്വരാരാധനയിലൂടെ ആ സ്വഭാവത്തിന് മാറ്റം വരുത്തിയാൽ കുടുംബത്തിലും സദാ സന്തോഷം നിലനിൽക്കുന്നതാണ്. മാതാപിതാക്കൾ, കാരണവർ എന്നിവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് പൂരാട നക്ഷത്രക്കാർക്ക് കൂടുതൽ നന്മ വരുത്തുന്നതാണ്. ഉയരമുള്ള സ്ഥലങ്ങൾ, വഴുക്കലുള്ള സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. കൂടാതെ അഗ്നി, വൈദ്യുതി എന്നിവയിലും അപകടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. വികാരങ്ങൾ മാറ്റി മാറ്റി പ്രകടിപ്പിക്കാൻ ശ്രദ്ധിക്കുന്നവരാണ് പൂരാട നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ. അതുകൊണ്ട് തന്നെ യോഗയും വ്യായാമവും ചെയ്യുന്നത് ഗുണകരമാണ്. ഇറുക്കമാർന്ന മാനസിക അവസ്ഥകൾ മാറ്റിയെടുക്കാനായിട്ട് കായികമോ മറ്റുള്ളതോ ആയിട്ടുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളോ കലകളോ എന്തെങ്കിലും അഭ്യസിക്കുന്നത് പൂരാട നക്ഷത്രക്കാർക്ക് ഗുണകരമാണ്. മറ്റുള്ളവരുടെ സ്നേഹവും അംഗീകാരവും പ്രതീക്ഷിക്കുന്നതിന് മുമ്പായി അത് സ്വയം പ്രാവർത്തികമാക്കാൻ പൂരാട നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടതാണ്. വാഹനം ഓടിക്കുമ്പോൾ അശ്രദ്ധ പാടില്ല. അസമയത്തുള്ള യാത്രകളും ഒഴിവാക്കേണ്ടതാണ്. ശ്വാസതടസ്സം, കഫരോഗങ്ങൾ, പകർച്ചവ്യാധികൾ ഇവയൊക്കെ പൂരാട നക്ഷത്രക്കാർക്ക് പെട്ടെന്ന് പിടിപെടാവുന്നതാണ്. ചിലർക്ക് രക്തസമ്മർദ്ദ കാര്യത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകാറുണ്ട്. ആരോഗ്യകാര്യത്തിൽ അതുകൊണ്ട് തന്നെ ജാഗ്രത പുലർത്തുക. ജാതകപ്രകാരം ഇവർക്ക് സൂര്യദശയിലും വ്യാഴദശയിലും കൂടുതൽ ശ്രദ്ധകൾ ചെലുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വർഷത്തിലൊരിക്കൽ തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമിയെ ദർശനം നടത്തി വണങ്ങുക. കുലദേവതാ വഴിപാടുകൾക്ക് മുടക്കം വരുത്താതിരിക്കുക. നിത്യവും ഓം ജീവദേവായ വിദ്മഹേ ഓം പുഷ്കരകലായ ധീമഹി തന്നോ ജല പ്രചോദയാത് എന്ന വരുണ ഗായത്രി മന്ത്രത്തെ നിത്യം ജപിക്കുക. അതുമൂലം ജീവിതത്തിൽ ദുരിതങ്ങൾ അകന്ന് സന്തോഷത്തിന്റെ അലയടികൾ ഉയരുന്നതാണ്. 27 നക്ഷത്രക്കാരുടെയും അറിയേണ്ടതെല്ലാം എന്നുള്ള
വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. 27 നക്ഷത്രക്കാരും കാണേണ്ട വീഡിയോ തന്നെയാണ് അത്. ഓരോ നക്ഷത്രക്കാരെ കുറിച്ചും ഇതുവരെ ആരും പറയാത്ത കഥകൾ എന്ന എന്റെ വീഡിയോ കാണുക. 2 ഭാഗങ്ങളിലായിട്ടാണ് ഓരോ നക്ഷത്രക്കാരെയും ഞാൻ വീഡിയോയിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് വിലപ്പെട്ട അറിവുകൾ നൽകും. വീഡിയോയുടെ ലിങ്ക് എന്റെ സ്ക്രീനിലും കാർഡ് രൂപത്തിലും കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ്. നിങ്ങളുടെ നക്ഷത്രത്തെ കൂടുതലായി അറിഞ്ഞിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് തുടർന്ന് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.